സീറ്റ് വിഭജന പ്രഖ്യാപനത്തിന് മുന്നോടിയായി മഹാവികാസ് അഘാടി സഖ്യ നേതാക്കൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ശരത് പവാറിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളം? ദക്ഷിണ മുംബൈയിലുള്ള ശരത് പവാറിന്റെ വസതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സിൽവർ റോക്ക്. ഇവിടെ അല്പസമയം മുമ്പാണ് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയത്. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് PCC അധ്യക്ഷൻ നാനാ പട്ടോളെ എത്തിയിട്ടുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് സഞ്ജയ് റാവത്ത് യോഗത്തിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം NCPയുടെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ പവാറിന്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ യോഗം തുടങ്ങി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂർ സമയം വരെ അത് നീണ്ടു നിന്നേക്കും. ഈ യോഗത്തിൽ വെച്ച് പാർട്ടികൾ ഏതൊക്കെ സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വരേണ്ട പ്രഖ്യാപനം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് ധാരണ ഇക്കാര്യത്തിലൊക്കെ ആയിക്കഴിഞ്ഞിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം 22 സീറ്റിലേക്കും കോൺഗ്രസ് 18 സീറ്റിലേക്കും ശേഷിക്കുന്ന 8 സീറ്റിലേക്ക് NCP ശരത് പവാർ വിഭാഗവും മത്സരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും യോഗം ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വഞ്ചിത് ബഹുജൻ അഘാഡിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പല സീറ്റുകളും തോൽവിയിലേക്ക് നയിച്ചത് വഞ്ചിത്ത് പിടിച്ച വോട്ടുകളായിരുന്നു. ഇത്തവണ അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടത്തിയതാണ്. ഇന്ത്യ റാലിയിൽ, രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ അവസാന പരിപാടിയിൽ അവർ പങ്കെടുത്തതുമാണ്. പ്രകാശ് അംബേദ്കർ നേരിട്ട് പങ്കെടുത്തു. പക്ഷേ പിന്നീട് അദ്ദേഹം 7 സീറ്റ് തനിക്ക് വേണം എന്നൊരു കടുംപിടുത്തം പിടിച്ചതോടെ അത് നൽകാനാവില്ലെന്ന് മഹാവികാസ് അഘാടി സഖ്യ പാർട്ടികളും തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു സഖ്യത്തിലേക്ക് അത് പോകാതിരുന്നത്. കോൺഗ്രസിന് 7 സീറ്റിൽ പിന്തുണയ്ക്കാം എന്ന് പറയുന്നുണ്ട് പുറത്തുനിന്ന്. പക്ഷേ അതിലൊരു തീരുമാനം MVA ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഏതായാലും അവരെ ഇനി സഖ്യത്തിലേക്ക് കൂട്ടേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രകാശ് അംബേദ്കർക്ക് ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണമില്ലാത്തതും. ശരി, ശരത് പവാറിന്റെ വസതിയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിലെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.